ഹായ് ഫ്രണ്ട്സ്, സാധാരണക്കാരെ എപ്പോഴും അന്വേഷിക്കുക ചെറിയ പ്ലോട്ടിൽ അടിപൊളി വീട് വേണമെന്നല്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ പ്ലോട്ട് 2950 സ്ക്വയർ ഫീറ്റിൽ 12 സെന്റിൽ 4 ബെഡ്റൂമോട് കൂടിയ മനോഹരമായിട്ടുള്ള ഒരു വീട്. ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്കിടെക്റ്റിന്റെ സ്വന്തം ബ്രദറിന്റെ വീട് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം സെക്യൂരിറ്റിയും എത്രത്തോളം കെയറും ഈ വീട്ടിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീട് പണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. അൽ ഇനാറ, അതാണ് ഈ ഒരു വീടിൻ്റെ പേര്. ഗേറ്റ് ഇതാ റോഡ് സൈഡിലാണ് കർവ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അട്രാക്റ്റീവായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഫെൻസ് ഡിസൈനിൽ ടെക്സ്ചർ വർക്ക് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടെക്സ്ചർ വർക്ക് ഐഡിയാസ് ഉണ്ട്. അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ കാണാം, പിന്നെ നാച്ചുറൽ സ്റ്റോൺ കാണാം, ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ. അതിലേക്ക് നാച്ചുറൽ ഗ്രാസ് ആണ് എങ്ങും ചെയ്തിട്ടുള്ളത്. ഈ ഒരു മുറ്റം എന്ന് പറയുമ്പോൾ 12 സെന്റിൽ നമുക്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സൈഡിലേക്ക് ചെറിയൊരു ഏരിയയും റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു ഏരിയയും, പിന്നെ നേരെ കാർ എൻ്റർ ചെയ്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കാരണം 12 സെൻറ്റാണ് ഉള്ളത് ഇതിനകത്ത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണിനെ. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു ഇൻ്റർലോക്കിൻ്റെ കൂടെ ഗ്രാസും കൂടെ വരുന്ന ഗ്രാസ് പേവേഴ്സ്, അതാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിലൊക്കെ നാച്ചുറൽ പ്ലാന്റ്സ് മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ഒരു ഗേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിങ് ഗേറ്റ് ആണ്. പിന്നെ എല്ലാവരും അട്രാക്ഷൻ, വീടിനേക്കാൾ അട്രാക്ഷൻ ഒരു ഫോട്ടോ പോയിൻ്റ് എല്ലാം വീട്ടിലും വേണമെന്ന് പറയുമല്ലോ, അതുപോലെയാണ് ഇവിടെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആർച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കാർ പോർച്ചിൻ്റെ ഈ ഒരു കോളത്തിനെ മൊത്തമായിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താ വീടിനകത്തേക്ക് കയറുന്നതിന് മുമ്പേ ഈ സിറ്റ് ഔട്ട് എന്ന് വിശാലമായിട്ട് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. സാധാരണ സിറ്റ് ഔട്ട് ഐഡിയകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ ഒരു സിറ്റ് ഔട്ട്. ഇത് മുഴുവനായിട്ട് ഫുൾ ബോഡി ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഗ്രാനൈറ്റ് കൊടുക്കുമല്ലോ, അതൊന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ്. അതുപോലെ സെക്കൻഡ് സ്റ്റെപ്പിന് ഇതാ ക്യാൻഡിലിവർ ആയിട്ട് കൊടുത്തു. ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫീൽ കിട്ടും. അതുപോലെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ 6x4 ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലൊരു ബോൺസായി ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടോ. ഇതിന്ന് മേലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഏരിയ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി കാണാൻ പറ്റും. സർക്കിളായിട്ട് കോൺക്രീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു വൈറ്റ് ജാളി കൂടി വന്നപ്പോൾ ഈ ഒരു ഏരിയ നല്ലൊരു ഫോട്ടോ പോയിൻ്റ് ആയില്ലേ. വീടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഐഡിയാസൊക്കെ വീടിൻ്റെ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ്. സാധാരണ വീടായാൽ പോരല്ലോ, ഒരു അടിപൊളി വീട് വേണമെന്നല്ലേ പറയാറുള്ളത്. അങ്ങനെയുള്ള വീടുകൾക്ക് ഇതുപോലൊരു വാക്ക് വേ ഒക്കെ നമുക്ക് ഇപ്പോൾ കാണാറുണ്ട്. കുറച്ച് ഏരിയ ഉള്ളെങ്കിലും നാച്ചുറൽ ഏരിയനെ അല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സിനെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീട്ടിൽ പല സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ജാളികൾ കാണാൻ പറ്റും. ഇവിടെ ഗ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്, നേരത്തെ കണ്ടത് വൈറ്റിലാണ്. ഇതുപോലുള്ള ജാളികൾ എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡ്സിനെയും മറ്റും മാക്സിമം സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രില്ലുകൾ കൊടുക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈന് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മേലേക്ക് ഇതേ പെയിൻറ്റ് കളർ ഗ്രേ ടോണാണ് ഇതിനകത്ത് വരുന്നത്. മേലേക്ക് പോകും അതിലൊരു സർക്കിൾ ഡിസൈനും അതുപോലെ സീലിങ്ങിൽ വുഡൻ ഡിസൈനും ടെക്സ്ചർ വർക്കുകളൊക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ബാൽക്കണി ഏരിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ മൊത്തം വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ റോഡിൽ നിന്ന് നല്ലോണം ബാക്കോട്ട് പോയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും എക്സ്റ്റീരിയറിനെ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയും വേണം, എന്നാൽ ഇതൊരു ചെറിയ വീടല്ല എന്ന് തോന്നുകയും വേണം. 2950 സ്ക്വയർ ഫീറ്റിലാണ് ഈ 4 ബെഡ്റൂമുള്ള അടിപൊളി വീട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏതൊരു വീടിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലിവിങ് ഏരിയ. ലിവിങ് ഏരിയനെ ഏറ്റവും നാച്ചുറലായിട്ട് സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഗ്രീനറി ഫീലാണ്. വോളിലാണെങ്കിൽ ഒരു ബേജ് ടച്ചുള്ള ടെക്സ്ചർ പെയിൻറ്റ് അല്ലെങ്കിൽ പെയിൻറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ സാറ്റിൻ ഫിനിഷുള്ള 6x4 ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി അല്ല, മാറ്റല്ല, സാറ്റിൻ. അതിൽ സ്പേസർ ഇട്ട് അപ്പോക്സി സെയിം കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ ആ ഒരു എർത്ത് കളർ കീപ്പ് ചെയ്യുന്ന രീതിയിൽ കാർപ്പറ്റുകൾ അല്ലെങ്കിൽ സെൻറ്റർ ടേബിളുകൾ, അതുപോലെ ഈ സൈഡിലുള്ള ബെഞ്ച്, ഇനി അതേ ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുൾ ഓപ്പൺ വിൻഡോ സ്ലൈഡിങ് ആയിട്ട് ഇതുപോലെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അലൂമിനിയത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടണം, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, ഒരു ഫിഷിന് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അടിപൊളി ഏരിയ. ഇങ്ങനത്തെ ഏരിയകൾ ഉണ്ടാക്കുമ്പോൾ സെക്യൂരിറ്റിക്കാണ് എല്ലാവരും പ്രാധാന്യം നൽകാറുള്ളത്. ഇവിടെയും ഗ്ലാസിന് പുറമെ എക്സ്ട്രാ ഗ്രില്ലുകളും അതുപോലെ നേരത്തെ നമ്മൾ കാണിച്ച ജാളി ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള സോഫകൾ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മേലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷാൻഡലിയർ കാണാം. അതുപോലെ
വലിയ വുഡനായിട്ടുള്ള ഒരു സീലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വലിയ ഹാളിനെ എങ്ങനെ ഭംഗിയായിട്ട് അടിപൊളിയാക്കാമെന്നാണ് ആർക്കിടെക്റ്റ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ഉത്തരം തന്നെയാണ് ഈ വലിയ കേർട്ടനുകൾ. അത് ഓട്ടോമേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നല്ലൊരു ആർട്ട് വർക്ക് ഈ ഒരു ഏരിയയിൽ ഓവർ ഫീലിംഗ് വരാതെ, അല്ലെങ്കിൽ ഒരു കാലിഗ്രഫി സിമ്പിളായിട്ട് നമ്മളെ കളർ തീമിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മേലെ നിന്ന് നമുക്ക് താഴേക്ക് കാണുന്ന രീതിയിലാണ് ലിവിങ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നേരെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ടേബിളാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള 6 സീറ്റുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഈ ഒരു ആംബിയൻസിന് ഏറ്റവും മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതിൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ കേർട്ടനാണ്. ഇതുപോലുള്ള റിപ്പിൾ കർട്ടനുകൾ, പ്ലീറ്റഡ് കർട്ടനുകൾ, ഇതൊക്കെ നമ്മൾ മുമ്പ് ചാനലിൽ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഷിയർ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. കാണാൻ പറ്റും ഇവിടെ ഒരു സിമ്പിൾ കോർട്ട്യാർഡ് ഉണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ജാളികളും കൊടുത്തിട്ടുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ ഒരു ഏരിയയിൽ മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റമാണ്. സാധാരണ കുറേ ലൈറ്റുകൾ വാരി വലിച്ച് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഏരിയയിൽ സ്പോട്ടുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡിസൈനർ ടച്ച് ഈ വീട്ടിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഓരോ ഡോറുകളിലും അതിൻ്റെ ഒരു ഫീൽ ഉണ്ട്. സാധാരണ വീടുകൾക്ക് 2.10 ഹൈറ്റിലാണ് ഡോറുകൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടുത്തെ 2.40 ഹൈറ്റിലേക്ക്, ലിൻഡൽ ഹൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് ഡോർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ വന്ന ഡോറിൻ്റെ ഡിസൈനിലും സിമ്പിളായിട്ടുള്ള ഡിസൈനർ ടച്ചുകൾ കാണാം. വീട് നമുക്ക് ഡിസൈൻ ഏത് രീതിയിലും ചെയ്യാം, അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതല്ലേ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ എലമെൻറ്റിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ വാഷ് ഏരിയ ആണ്, നല്ലൊരു മിറർ കൊടുത്തു, വാഷ് ബേസിൻ കൊടുത്തു. ഇതും സാറ്റിൻ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 45-ൽ കട്ട് ചെയ്താണ് ജോയിൻറ്റുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അടിപൊളിയായിട്ടുള്ള ഡോവേഴ്സ് കൊടുത്തു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനും ഒരു ആർക്കിടെക്ട് ടച്ച് വരിക ഇതിൻ്റെ ഹൈറ്റ് ഡിഫറൻസിലാണ്. വാഷ് ബേസിനൊക്കെ ഒരു ഗ്രാൻഡ് ഫീൽ കിട്ടുന്നതിന് അത് കാരണമായി. ഇനി ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെയർ ഏരിയയിൽ നല്ല ഹാൻഡ് റെയിൽ റൗണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പുകളെല്ലാം ഒരു വീട്ടി കളറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാം വുഡനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഏരിയേൻ്റെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന ടൈലുകളാണ്. മൊറോക്കൻ ടൈലുകളാണ് മുഴുവനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സ്റ്റെയർ എൽ ഷേപ്പിൽ മേലേക്ക് പോകുന്നു. അധികം സ്പേസ് ഒന്നും എടുക്കാതെ സിമ്പിളായിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു തിളക്കങ്ങൾ കൂടുതലില്ലാത്ത സിമ്പിൾ ഡിസൈൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു ഡിസൈൻ. സാറ്റിൻ ആയിട്ടുള്ള ടൈലുകളും സീലിങ്ങിലേക്ക് ഓവർ ജിപ്സം വർക്കുകൾ വരാതെ ലൈറ്റുകൾ സിമ്പിളായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് AC ആണ് ഈ ഒരു വീടിനെ കൂൾ ആൻഡ് കാമാക്കി മാറ്റുന്നത്. വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ബെഡ്റൂമിൻ്റെ ഡിസൈൻ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു വീട്ടിലേക്ക് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഒരു ബെഡ്റൂം എന്ന് പറയാം. കാരണം സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തൊരു വീടാണ്. അത് ഏറ്റവും റിച്ച് ഫീൽ കിട്ടുന്ന രീതിയിൽ പ്ലേസ് ചെയ്തത് എന്നുള്ളതാണ്. ഈ റൂമിൻ്റെ സൈസ് കണ്ടില്ലേ, ഏകദേശം 4 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അതുപോലെ 3.60 ഇതിൻ്റെ ലെങ്ത്തും വന്നിരിക്കുകയാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷോ വാൾ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഹെഡ് വാളിൽ ഡിസൈൻ കണ്ടില്ലേ, ഒരു ഗ്രീൻ തീമിലേക്ക്, ഒലീവ് ഗ്രീൻ തീമിലേക്കാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു വീടിൻ്റെ മൊത്തം ഐവറി കളർ ടോണിലേക്ക് മാച്ച് ചെയ്യുന്ന കളറാണ്. അതിലേക്ക് നല്ല ഗ്രൂ ഡിസൈന് മൾട്ടിവുഡിൽ ഗ്രേവ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ. അതിൽ PU പെയിൻറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള മോൾഡിങ്സും ആ പെയിൻറ്റ് കളർ തീമും ആർട്ട് വർക്കും ലൈറ്റും അതുപോലെ ഈ ഒരു വാൾപേപ്പറും വന്നപ്പോൾ വേറെ ലെവലായില്ലേ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വന്നിരിക്കുന്ന ബെഡ് കോട്ട് തന്നെയാണ്. വലിയൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ബെഡ് കോട്ടാണ്. ഹെഡ് ബോർഡ് സൈഡിലേക്ക് കർവ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മെറ്റലാണ് കേട്ടോ ഇതിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ വന്നിരിക്കുന്നത്. ഇതെല്ലാം ആർക്കിടെക്റ്റ് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് പ്ലേസ് ചെയ്തതാണ്. ഈ ഒരു റൂമിന് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഗ്രാൻഡ് ഫീൽ, ഒരു പ്ലെയിൻ അല്ല എന്ന് തോന്നിപ്പിക്കുന്നത് ഇതുപോലുള്ള കാർപ്പറ്റ് വർക്കുകളാണ്. റൂം കൂടാതെ എക്സ്ട്രാ വരുന്ന സ്പേസ് ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന കളർ ടോണിൽ തന്നെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. 6x4 ടൈലുകളാണ്. അതിലേക്ക് കൂടുതൽ ആർഭാടങ്ങളില്ലാത്ത ഏറ്റവും സിമ്പിളായിട്ടുള്ള ജിപ്സം സീലിങ്ങും വന്നപ്പോൾ അടിപൊളിയായി. പിന്നെ അടുത്തെടുത്ത് പറയേണ്ടത് ഇതിലേക്ക് വന്നിരിക്കുന്ന മാട്രസിൻ്റെ കളറുകൾ, അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ കളറുകൾ, കേർട്ടൻ്റെ കളറുകൾ, ഇതൊക്കെ ഈ ഒരു ഡിസൈനിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന രീതിയിലായി. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു റൂം സിമ്പിൾ റൂമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു സിമ്പിൾ കാഷ്വൽ ബെഡ്റൂമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ പ്രത്യേകത അത് കിഡ്സിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. സാധാരണ കിഡ്സ് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കളർ കോമ്പിനേഷനിലൊക്കെയാണല്ലോ ചെയ്യാറുള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് 2 ബെഡ് കോട്ടുകൾ സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഒരു ന്യൂട്രൽ കളർ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഫ്ലോറിൽ സാറ്റിൻ കളറുള്ള
ടൈലുകൾ 6x4 ചെയ്തു. അതുപോലെ സീലിംഗ് സിമ്പിളായിട്ടുള്ള സീലിംഗ് ഡിസൈൻ കൊടുത്തു. അതിനും അപ്പുറം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഷോ വാൾ തന്നെയാണ്. നേരെ നമുക്ക് കാണാൻ പറ്റുന്നതും ഹെഡ് വാളായിട്ട് വരുന്നതുമായിട്ടുള്ള ഒരു പോർഷൻ. ഇതിൽ PU സ്റ്റോൺ ആണ് ഈ ഒരു പോർഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പല വീഡിയോകളിൽ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റ്, അത് ആർക്കിടെക്ട്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ട്. അത് തന്നെയാണ് ഈ ലൈറ്റും കൂടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് മൾട്ടിവുഡ് ഒരു പാനൽ പോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഗ്യാപ്പുകളിലെല്ലാം വാൾപേപ്പർ ഡിസൈൻ ചെയ്തു. അതുപോലെ ഈ മോൾഡിങ്സും കൂടെ കൊടുത്തപ്പോൾ ഈ ഒരു വാള് ഗ്രാൻഡായി, ഈ റൂം ഗ്രാൻഡായി. സിമ്പിളായിട്ട് ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് വാർഡ്രോബുകളും അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും. അതാണ് ഈ റൂമിനെ കംപ്ലീറ്റ് ആക്കുന്നത്. ഒരു അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത്തിലാണ് വരുന്നത്, എന്നാലും അതിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ. കൗണ്ടർ ഇതാ ഇവിടെ U ഷേപ്പിൽ വന്നു. അതിലൊരു ഐലൻഡായിട്ട് വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും സ്റ്റോറേജ് ഏരിയ ആണ്. പല രീതിയിൽ ഐലൻഡ് കിച്ചണുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ഐലൻഡ് കിച്ചൺ. ഈ ഒരു ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത് ടൈലുകൾ തന്നെയാണ്. 45-ൽ കട്ട് ചെയ്ത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സ്ലാബ് ടൈലുകളാണ് കേട്ടോ. അതുപോലെ ഈ ഒരു കിച്ചണിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് ഇതിലെ ലൈറ്റിംഗ് ആംബിയൻസ് ആണ്. പെയിൻറ്റ് കളേഴ്സും അതുപോലെ ലാമിനേറ്റിൻ്റെ കളറും തമ്മിലുള്ള കോമ്പിനേഷനും കൂടിയാണ്. ഇവിടെ ദാ വലിയൊരു ഏരിയ സ്റ്റോറേജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രോക്കറി ഷെൽഫ് വന്നിരിക്കുകയാണ്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കൗണ്ടറുകൾ വന്നിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് വുഡൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സീലിംഗ് ചെയ്തു. അതുപോലെ ഗ്ലാസ് ഡോറുകളും ലാമിനേറ്റ് ഡോറുകളും കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത് മൾട്ടിവുഡും അതുപോലെ ഈ ഒരു ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് ആണ്. ഇതൊരു ഗ്ലോസി ആണോ മാറ്റ് ആണോ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഫീല് വരുന്ന നല്ലൊരു ഫീലുള്ള ഒരു ലാമിനേറ്റ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ എല്ലാം വൈറ്റ് കളറിലേക്ക് വന്നപ്പോൾ ഒരു വൈറ്റ് കിച്ചൺ ഫീല് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇതെല്ലാം ടൈൽ വർക്കേഴ്സ് 45-ൽ കട്ട് ചെയ്ത് അടിപൊളിയാക്കിയതാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി കിച്ചൺ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ. ഇവിടെ ചിമ്മിനി ഹുബ് ആൻഡ് ഹുഡ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ ഇലക്ട്രിക് സ്റ്റൗവ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ക്യാബിനറ്റ്സ് ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് ഈ കിച്ചണിൽ പറയാനുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ഒന്നല്ല, ഇങ്ങോട്ടുള്ള ഒരു വ്യൂ തന്നെയാണ്. ഇതാ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വലിയ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ. നമ്മൾ ലിവിങ്ങിൽ നിന്ന് കണ്ട അതേ ഏരിയ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. കിച്ചണിൽ നിന്നും ഈ ഒരു ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇടയ്ക്ക് തുറന്നിട്ട് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ കിച്ചണിൽ നിന്നും ആ ഒരു ആംബിയൻസ് കിട്ടുന്നതിനും കാരണമാകുന്നുണ്ട്. ഈ ഒരു കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂവിൽ ഒരിക്കലും അങ്ങനെ ഒരു ഏരിയ ഇല്ല. ഇതൊരു കിച്ചണാണ്, അതിലേക്ക് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടുകളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ തന്നെയാണ് ഈ ഒരു കിച്ചൺ. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഹാൾ നമുക്ക് കാണാം. ഇതിനകത്ത് 2 ബെഡ്റൂമുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ബെഡ്റൂമിലേക്ക് നേരെ വരികയാണ്. ഇതാ ഈ കാണുന്നതാണ് 3ാമത്തെ ബെഡ്റൂം. അതായത് ഗ്രേ സ്കീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ആംബിയൻസോട് കൂടിയ അടിപൊളി ബെഡ്റൂം എന്ന് പറയണം. നമ്മൾ ഈ വീട്ടിൽ പരിചയപ്പെട്ട ബെഡ്റൂമുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കിടിലൻ സ്കീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രേ സ്കീമില്ല വാൾപേപ്പറിൽ ഈ കാണുന്ന എലമെൻറ്റ് കണ്ടില്ലേ കട്ട് ചെയ്തിരിക്കുന്നത്, അത് PVC ബോർഡിൽ അല്ലെങ്കിൽ മൾട്ടിവുഡിൽ CNC വർക്കിൽ കട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഹെഡ് ബോർഡ് വരുന്ന ഈ ഒരു മനോഹരമായ ഫാബ്രിക്കിനകത്ത് മെറ്റലിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് തന്നെ ഉണ്ട്. നമുക്കറിയാം ഇതുപോലുള്ള ബെഡ് കോട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫുള്ളായിട്ടുള്ള സ്ട്രെങ്ത്തിൽ വരണമെങ്കിൽ ഇതുപോലെ വൈഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡുകൾ വേണം. അത് തന്നെയാണ് ഇവിടെ ഡിസൈനർ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് അഡീഷണൽ വരുന്ന സൈഡ് ബോക്സുകളെല്ലാം സിമ്പിൾ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കേർട്ടൻസ് അടിപൊളിയാണ്. ആ സ്കീമിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫാബ്രിക്കുകൾ കൊണ്ടുവന്നുള്ളതാണ് ഹൈലൈറ്റ്. ഈ ഒരു വീട്ടിലെ ബാത്റൂമുകളെല്ലാം വലിയ ബാത്റൂം തന്നെയാണ്. അതിനകത്ത് എല്ലാം ഭംഗിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിൽ മാറ്റിൻ്റെ കൂടെ കാർവിങ് കൂടെ വരുന്ന രീതിയിലുള്ള ടൈൽ യൂസ് ചെയ്തു. അതുപോലെ എല്ലാ ഫിറ്റിങ്സും നല്ല രീതിയിൽ ആപ്റ്റ് ആവുന്ന രീതിയിൽ ചെയ്തു. അതുപോലെ വാഷ് ബേസിനുകളൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ റൂമിലെയും ബാത്റൂമുകൾ. ഒരു അടിപൊളി ബെഡ്റൂം അങ്ങനെ തന്നെ പറയണം. കാരണം ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം ആണെങ്കിൽ കൂടി ഓരോ ബെഡ്റൂമും ഒന്നിനൊന്ന് മെച്ചം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചെറിയ സൈസുള്ള 3x80 സൈസുള്ള ഒരു ബെഡ്റൂമാണ്. അതിനതാ ഏറ്റവും ഭംഗിയായിട്ട് അടിപൊളിയാക്കിയിരിക്കുകയാണ്. സ്കീം വന്നിരിക്കുന്നത് ബെയ്ജാണ് കേട്ടോ. ബെയ്ജിലാണ് ഇതിൻ്റെ എല്ലാ സ്കീമും. ഒരു ചെറിയ ഗ്രേ ടച്ച് വരുന്നുണ്ട്. ഹെഡ് വാളിൽ നമുക്കറിയാം വാൾപേപ്പർ ആണെങ്കിൽ അതിലേക്ക് മാച്ച് ചെയ്യുന്ന മോൾഡിങ്സ് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് നേരെ താഴേക്ക് വരുമ്പോൾ നല്ല ബെഡ് കോട്ടാണ്. ഹെഡ് ബോർഡിനെ ചെയ്തിരിക്കുന്നത് ഇവിടെ
ഫാബ്രിക്കിൽ ഒരു ലെതർ ഫീൽ വരുന്ന ഫാബ്രിക് കൊടുത്തു. അതുപോലെ ഇവിടെ ഒരു കുഷൻ ഫീൽ വരുന്നതും അതിന് ഐവറി കളറിൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് ഇതിൻ്റെ ഒരു ടച്ച്. ഫ്ലോറിൽ നേരത്തെ പറഞ്ഞ പോലെ സാറ്റിൻ ഗ്രേ സ്കീമിൽ വരുന്ന ടൈലാണ്. ഇത് ഈ ഒരു ബേജിലേക്കും കൂടെ മാച്ചാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള സീലിംഗ്, അതുപോലെ ലൈറ്റുകൾ സിമ്പിളായിട്ട് പ്ലേസ് ചെയ്തു. ഒരു ഹാങ് ലൈറ്റ് ഒരു സൈഡിൽ പ്ലേസ് ചെയ്തു. അതുപോലെ വാളിൽ സെയിം കളർ സ്കീം അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇതുപോലുള്ള കർട്ടൻ. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബാൽക്കണിയാണ് നമ്മൾ എക്സ്റ്റീരിയറിൽ നിന്ന് കണ്ട ഒരു കാര്യം. ഇവിടെ ഈ വീട്ടിലെ എല്ലാ ഭാഗത്തും നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു കാര്യം, മാക്സിമം പ്രൊട്ടക്ഷൻ സേഫ്റ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രില്ലിന് പകരം ഒരു ഡിസൈൻ ആയിട്ടുള്ള പെർഗോളാസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഓപ്പണിങ്സും വലിയ ഗ്ലാസ്സുകൾ വെച്ചു. അതിന് പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അത് കള്ളന്മാരൊക്കെ അടിച്ചു കയറുമോ എന്നുള്ളത്. അത് ബാൽക്കണിയിലാണെങ്കിലും കോർട്ട്യാർഡിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് കണ്ടില്ലേ, ഇതിലേക്ക് മാച്ച് ചെയ്യുന്ന കളർ സ്കീമിൽ തന്നെയാണ് താഴേക്ക് പാറ്റേൺ വരുന്ന രീതിയിലുള്ള ലാമിനേറ്റും മേലേക്ക് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്ലെയിൻ ലാമിനേറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിലൊക്കെ റോസ് ഗോൾഡിൽ അടിപൊളിയല്ലേ. ഈ ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. അടിപൊളിയല്ല, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൂടെ ഇതിനകത്തുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോമൺ ബാൽക്കണിയാണ് നമ്മൾ കാണുന്നത്. ഈ വീട്ടിലെ എല്ലാ എക്സിറ്റുകളും ഇതുപോലെ അലൂമിനിയം ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ലൈഡിങ് വിൻഡോസ് ആണ്. നേരെ ഈ ഒരു ഏരിയയിൽ നമുക്കൊരു 2 ചെയേഴ്സും അതുപോലെ ഒരു അടിപൊളി വുഡൻ സീലിങ്ങും വരുന്ന ഒരു ഫീൽ കിട്ടുന്ന സ്ഥലമാണ്. നമുക്കൊരു ഫ്രീ ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. മിക്ക വീടുകളിലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊരു വീട് തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ആർക്കിടെക്റ്റ് നാജിമാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ അത്രയ്ക്കും മാക്സിമം ശ്രദ്ധിച്ചാണ് ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ വീടിൻ്റെ റിസൾട്ട് ഇങ്ങനെ ആയത്. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഐഡിയാസ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളി വീടുകൾ നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.